നേരം വെളുത്തോ? ആ ആ കൊച്ചിനെ കൂടി വരാം. ആ 5 ഓക്കെ. അറവൊക്കെ പയ്യനെയും പോത്തിരുന്ന് കിട്ടാലേ മെമ്പറേ. എടാ എന്താ ഈ ചേട്ടൻ കഞ്ചാവാണെന്നോ ഇവിടെ കരച്ചിലൊക്കെ കേൾക്കണ്ടേ? എന്താ മെമ്പറേ? ആ കരച്ചിലോളി ആപ്പ് പോയി നോട്ട് കറിയാടോ. കൊടുക്കാറില്ല മെമ്പറേ. എന്തിന് വിട്ട് കളയണം? എന്നോട് 100 തവണ പറഞ്ഞിട്ടില്ല അത് വണ്ടി എടുക്കരുത്. അവർക്ക് ഓഫാക്കിയോ? എടുക്കണ വണ്ടി. നീയല്ലേ പറഞ്ഞ രാവിലെ മുതൽ കഞ്ചാവ് വിട്ടാണ് അവൻ കരിയാന്ന്. ആടോ ഞാനും അതന്നെയാണ് വിചാരിച്ചത്.
ഇന്നത്തെ ഷോ കഴിഞ്ഞു. വിട്ടോളി വിട്ടോളി. കൊച്ചുമണിയെ കൊച്ചുമണിയെ എന്താ വച്ചാലത്? എന്ത് കറച്ചിലത്? നിന്റെ കറച്ചിലിട്ട് തുപ്പനോട് പഞ്ചായത്ത് മൊത്തം പുറത്തുണ്ട്. ആപ്പ് പോയി. ആപ്പോ അതല്ലടാ ടിക്ടോക്ക്. അടിപൊളി അടിപൊളി. എനിക്ക് കുറച്ച് മനസ്സമാനം കിട്ടുമല്ലേ. വിളിച്ചു ടിക്ടോക്ക് മാത്രല്ല യൂസി ബ്രൗസറും പോയി. അതിന്റെ ഡൗൺലോഡിംഗ് ഒക്കെ തന്നില്ലേ? അതും എനിക്കറിയണ്ട. എന്തായാലും നമുക്കൊന്ന് പുറത്ത് പോയിട്ട് അടിച്ചു പൊളിക്കാം. 5 ലിറ്റർ ഞാന് സെറ്റ് ആക്കിയിട്ടുണ്ട്. കിട്ടുമോ? പിന്നെ വാ. എന്നാ കുഴപ്പമില്ല. ആ. അതിനൊക്കെ വേണ്ടിട്ടല്ലേ. ഓ വാടാ. തന്നാനേ ഓടിപ്പോയ കല്യാണം. ഹലോ. പിന്നെ ഞങ്ങൾ അവിടെ എത്തിട്ടോ. പിന്നെ 5 അല്ലല്ല 10 ആയിക്കോട്ടെ. പിന്നെ ഫുഡിന്റെ കാര്യം മറക്കണ്ട. എന്ത് കൊച്ചു പണി പാളിയെന്നാ തോന്നുന്നു. സാധനം എടുക്കുമ്പോൾ നീ ചാലു വേണോ? എന്റെ പൊന്നു ചങ്ങായിന് 10 ലിറ്റർ ഒരു തുള്ളി പോലും കിട്ടൂല. ചങ്ങായിനെ പോലീസ് പൊക്കി കണ്ണിൽ സ്പിരിറ്റ് ചെയ്തേനെ. ഇനിയിപ്പോ എന്താ ചെയ്യും? എന്താ ചെയ്യാനേ? വഴിയല്ലടാ. സോമരസ വേഴാമ്പലുകൾക്ക് മുന്നിൽ വേനൽ മഴയുടെ വെട്ടിരുമ്പുമായി പെയ്തുറങ്ങുന്ന തുപ്പലമൂട്ടിലെ ഒരേ ഒരു രാജാവ്, തുപ്പലമൂട് സോമരാജ്. സോമേട്ടാ എന്തിടാ വെട്ടിരുമ്പ് എന്തിനാടാ പുഴുങ്ങി തിന്നാനാ? അതല്ല സോമേട്ടാ, സാധനം. അതന്നെ ഞാനും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എക്സൈസിൽ കാട് കയറി എന്നറിഞ്ഞപ്പോൾ രാത്രി സാധനം ഞാൻ ഇവിടെ എവിടെ പൂത്തി. ഇപ്പം അത് തിരഞ്ഞിട്ട് കാണാനില്ല. നിങ്ങൾ തിരയാൻ കൂടുകയാണെങ്കിൽ നമുക്ക് സാധനം ഒരുമിച്ചിരുന്നു. സോമേട്ടങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെ താളം പിടിക്കാം? ഇത് താളം പിടിക്കലടാ, സാധനം എടുക്കായിട്ട് കൈ ഉറക്കാണ്. ഒരു തുള്ളി അടിച്ചു ഉണ്ടായിരുന്ന സോമേട്ടായൊക്കെ നമുക്ക് ശരിയാക്കാം. നമ്മൾ വന്ന കൈക്കോട്ടോടെ സോമേട്ടാ. കൈക്കോട്ട് വിശ്വാസത്തെ അവിടെ ഇതേത് ഉപ്പി? ഇത് നമ്മുടെ ഉപ്പിയല്ല. വർഷങ്ങളായി ഈ കുപ്പിയിലകപ്പെട്ട ഭൂതം ഞാൻ മോചിതനായിരിക്കുകയാണ്. ഇനി പുതിയ കളികൾ കാണാനും പഠിപ്പിക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക.
അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്താടാ ഒന്നുമില്ലമ്മ, സ്വപ്നം കണ്ടതാ. അതിപ്പോ ഇത്ര പറയാനൊന്നുമില്ലല്ലോ, എന്നും ഉള്ളതല്ലേ. നട്ടുച്ച വരെ കിടന്നുറങ്ങും. എന്നായിട്ട് ദൈവമേ, ഇവനൊരു ഉത്തരവാദിത്തം. മനുഷ്യന്മാരെ പേടിപ്പിക്കാനായിട്ട് ഒരു കഥകളുണ്ടാക്കി വെച്ചിട്ട് ആ സൂര്യളിയാ, ഞാൻ സ്വപ്നത്തില്ല ഉറക്കത്തിൽ പെട്ടുപോയി. നീ എന്നാ പെടാത്തത്? എൻ്റെ എടാ, മനുഷ്യന്മാരെ കഴിഞ്ഞ ഒരു ഉത്തരവാദിത്വം വേണ്ടേ? ഇനി വഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഗ്യാപ്പിൽ വേറെ ആള് കിട്ടോ? ചൂടാവല്ലേ എളിയാ, അതെത്തി. എഞ്ചിനീയറാന്ന വിചാരം. തൊപ്പിയുണ്ടില്ലേ? ട്രെയിൻ കമ്പി പൊട്ടിയപ്പോ നേരാക്കാൻ വന്ന ട്രെയിൻമേലെ തൊപ്പിട്ട് മാറ്റിയിരിക്കുക. തോണ്ടി ബഹുമാനം കൊള്ളാം, നല്ലതാ. നല്ലത് പറഞ്ഞു. പരിപാടിയല്ല. ചെക്കനുണ്ട് കൊടുത്തിട്ടാലോ? അതടിയാ ഒരടുത്തുണ്ട് കേട്ടോ. മീനുകുട്ടി മയങ്ങില്ലേ, മീനുകുട്ടി മയങ്ങില്ലേ. കണ്ടാ സൂപ്പറാ. കിട്ടി. കളികളടാ, ഞാൻ പിടിച്ച മീനിലേത്? ഈ ചക്കി 2 ചൂണ്ടയും കൂടെ വേനച്ചല്ലോ. ചൂണ്ടയുടെ കാര്യം വിട്, കൊളുത്ത് തന്നെയാവും. പക്ഷെ അരന്റെയാ. ബിടെക്കിന് 32 സപ്ലൈ അടിച്ച് നിക്കണ എന്നെ നീടാന്നാ? 32 സപ്ലൈ ഇല്ല, ഞാൻ ചാടി അടിച്ചതിന്റെ 32 പല്ലോടെ കഴിഞ്ഞു. ഇതെന്താ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു? ഇങ്ങനെ പെരുമാറ? കൊച്ചു, ഈ ചെറുക്കനോട് തല്ലുപിടിക്കാനാണോടാ നീ എന്നെ വിളിച്ചു വരുത്തിയേ? നിനക്കെന്ന് വളവിൽ വെച്ച് കിട്ടിയെന്ന് പോരാ. അത് വിട്. ഇപ്പൊ എന്താ എന്റെ പ്രശ്നം? എടാ, ഞാന് എന്റെ ചൂണ്ടയെ പിടിച്ച മീന് കണ്ടോ? എന്റെ ചൂണ്ടയെ പിടിച്ച മീന് ഇതിപ്പോ അവന് വേണമെന്ന്. നിന്റെ ചൂണ്ട പിടിച്ച മീനല്ലേ, അപ്പൊ നീ എടുക്കണം. അതിനെന്താ പ്രശ്നം? പറഞ്ഞു കൊടുക്ക്. ഇവന്റെ മീൻ തന്നെയല്ലേ? കുടുങ്ങിയത് അവന്റെ കുളത്തിലായിരിക്കും, പക്ഷെ അരന്റെയാ. അതുകൊണ്ട് മീനും എന്റെയാ. അവന്റെ അല്ലേ, അപ്പൊ അവന്റെ മീനാണ് അവനോട്. എടാ, എന്റെ ഇര കഴിഞ്ഞപ്പോ ഞാൻ അവന്റെ അടുത്ത് ഒരു ഇര എടുത്തു എന്നുള്ളത് ശരിയാ. അപ്പോഴും എന്റെ കൊളുത്തും എന്റെ ചൂണ്ടയിൽ കുടുങ്ങിയ മീനല്ലേ, അപ്പൊ അത് എന്റെ മീനല്ലേ? നിന്റെ ചൂണ്ടയില് നീ ഇരട്ടിട്ട് പിടിച്ചു. അപ്പൊ നിന്റെ ചൂണ്ടയും കൊടുത്തുവാണല്ലേ? സോറി ബേബി, അത് അവന് കൊടുത്തേക്ക്. ചൂണ്ടയും കൊളുത്തും മാത്രം പോരല്ലോ, അരിയും വേണ്ടേ? ഇപ്പൊ കാര്യത്തിലൊരു തീരുമാനാക്കി തരാം, രണ്ടുപേർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ. അപ്പൊ അതാണ് ഇപ്പൊ സംഭവം. എടാ, എര അവന്റെ അല്ലേ, അപ്പൊ അവന്റെ മീനാണ് അതിന് കൊടുത്തേ. തേങ്ങാക്കോല എന്നാ കൊണ്ട തിന്നി. ഇത് എവിടുന്നാടാ? ഇത്രയും കാലം എവിടെയായിരുന്നു? പീരങ്കി കേപ്പായിരുന്നു, ഉണ്ടയായിട്ട്. പീരങ്കി പൊട്ടാഞ്ഞ ബാക്കി. എനക്ക് വല്ല കാറ്റുണ്ടോ ചോദിച്ചു ആ ചെക്കൻ്റെ തല്ലു പിടിക്കാൻ. പണ്ട് ഊട്ടിക്ക് എക്സ്കർഷൻ കൊണ്ടുപോയില്ലെന്നും പറഞ്ഞു ഫ്രിഡ്ജ് വരുന്ന അടുത്ത പണി സംഭവം ശരിയാ. എന്റെ അര എവിടെ? അതിനോട് തീരുമാനാക്കിട്ട് പോയാ മതി. ഒരു വിധത്തിലല്ല ചെക്കൻ്റെ അടുത്ത് കഴിച്ചില്ലായത്. എന്ത് വിത്തടാ ചെറുക്കൻ. മൂടുപോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? സോമേട്ടനെ വിളിക്ക. സോമേട്ടൻ എന്നോടല്ല ഞാൻ പറഞ്ഞപ്പോഴോ. കൊറോണ വൈറസ് രോഗം പകരാതെ തടയാനാകും. ചുമയ്ക്കും
ഹലോ പറടാ. സോമേട്ടാ സാധനം ഇരിക്കണ്ട അവിടെ. സോമേട്ടാ ഞങ്ങള് സ്വപ്നം കണ്ടുന്നേ പറയട്ടെ. ആ സോമേട്ടാ ഇല്ലടാ, ഞാൻ തന്നെ വൈകുന്നേരം സരള അടുത്ത് പോകാൻ നിൽക്കുക. അയ്യേ സരളെ. ഏയ് ഇതെന്താ സോമേട്ടാ ജീവൻ തോണ്ട് പരസ്യോ? ഇന്നെന്തായാലും പറഞ്ഞോ, സരളനെ കുറിച്ച് പറയണ്ട. നായന സുഖത്തിന്റെ കാര്യത്തിലും സിൽക്ക് സ്മിത കഴിഞ്ഞ തുപ്പലമൂട് സരള അത് നിർബന്ധ. സംശയമുണ്ടോ? സോമേട്ടാ എന്തായാലും ഇപ്പൊ ഞങ്ങളെയും കൂടെ ഒന്ന് കൊണ്ടുപോങ്ങളേ. നിങ്ങളെ പോലെ ചള്ളിയക്കന്മാരെ കൊണ്ടുപോയ സ്ഥലമല്ലാതെ. വാറ്റാണെങ്കിലും എന്താണെങ്കിലും ചീത്തപ്പേര് ഉറപ്പല്ലേ. സെറ്റാക്കങ്ങളെ ഞാൻ കൊണ്ടുപോവാ, പക്ഷെ വാറ്റിന്റെ പൈസ ഞങ്ങൾ കൊടുക്കണ്ടേ. ആക്കെ ഞങ്ങൾ കൊടുക്കാം. ഞങ്ങളിപ്പോ വരട്ടെ. അതൊരു സമയകാലൊക്കെ ഇല്ലേ നിങ്ങളെ വൈകിട്ട് ആ തോട്ടിന്റെ ഭാഗത്ത് പേര്. ഇന്നിപ്പോ വെള്ളടി മാത്രമേ നടക്കുള്ളൂ തോന്നുന്നു. സരള ഈ കണ്ടുണ്ടോ? അയ്യോ ഞാനും കണ്ടിട്ടില്ല. മഞ്ഞിൽ പൂത്ത സരളെ മഴവിൽ കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങാൻ കൊതിയില്ലയോ. ഈ കുറിപ്പിൽ വന്ന സോമേട്ട എന്താണ് അവിടെ വഴി മുടക്കിയിരിക്കുന്നത്? അല്ല മിസ്സാണ്ടാന്ന് എഴുതിട്ടാ. പിന്നെ ഇന്റർവ്യൂവിനെ പോലെ വാ. സോമേട്ടാ എവിടെയായിരുന്നു ഇത്ര നേരം? നിങ്ങളടുത്ത് പോരാനല്ലേ പറഞ്ഞു. നിങ്ങൾ നേരത്തെ വന്നിരുന്നു നിന്റെ വീട്ടിൽ. സാധനം കിട്ടാതെ പോ. അറിയില്ല, വാ പോയേക്കാം. എന്താ സോമേട്ടാ? ഇതാണ് വീട്. ആണോ? നീ ഇത് എടുക്ക കയറി പോണ അമ്മായിയുടെ വീടൊന്നല്ലോ. ഇതിന് ഈ വഴിയല്ല, വേറെ വഴിയുണ്ട്. ചെറിയൊരു മാതം. ആരിത്? മെമ്പറോ? ഇത് കണ്ടെയ്ൻമെന്റ് സോണെന്ന് അറിയില്ലേ? ഇതിന്റെ മെമ്പർ എന്താ ഇവിടെ? അല്ല, ലോകമെമ്പാടും അൺലോക്ക് പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണല്ലോ. ബോധവൽക്കരണം. ഇത് ഈ ജനപ്രതിനിധിയായി പോയില്ലേ, നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ? എന്നിട്ടെന്തൊരു വാറ്റിന്റെ വേണം? വാറ്റല്ല, നാടൻ സാനിറ്റൈസർ. ഓ അതാണ്. മെമ്പറെ അൺലോക്ക് പ്രക്രിയ ഒക്കെ കഴിഞ്ഞു വരുമ്പോഴേ കോസ്റ്റ്യൂമിന്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണ നല്ല കേട്ടോ. അയ്യേ, അത് പിന്നെ ഈ അതെ കളറായിട്ടുണ്ട്. ചോപ്പ് വിപ്ലവം അങ്ങോട്ട് പോണ്ട കാര്യമില്ല. അല്ല ഞങ്ങൾക്ക് നാടൻ സാനിറ്റൈസർ മാത്രം മതി. മതി. രണ്ടായാലും കാര്യമില്ല. നിനക്ക് സാനിറ്റൈസർ പോരെ? ഒരു സമൂഹ വ്യാപനമാക്കരുത്. എന്റെ രാഷ്ട്രീയ ഭാവി ഒക്കെ ശരി. MLA മന്ത്രി അങ്ങനെയൊക്കെയാണ്. ആയിക്കോട്ടെ. ഓ യുവമാരുടെ രാഷ്ട്രീയ ഭാവി തോലയ്ക്കോ? ഈ കുട്ടേതെവിടെ? കുട്ടാ പൊട്ട പൊട്ടം കുട്ട. ഈ വണ്ടി മോറത് എവിടെ പോയി കിടക്കണം? മെമ്പറേ ഒരൊറ്റ ഉണ്ടോടി കിട്ടിക്കഴിഞ്ഞ അവളെ ഞാൻ ഉണ്ട കിട്ടി. മെമ്പറേ വാണി വന്നടേ വണ്ടി മോറ. മെമ്പർക്കും ഇവിടെ സ്ഥിരം അക്കൗണ്ട് ഉണ്ടല്ലേ സോമേട്ട? അതുകൊണ്ട് കുപ്പി നമ്മുടെ കയ്യിലല്ലടാ. കരളിന്റെ കരളി എന്നോടൊന്ന് വരുമാ. എന്താ സോമേട്ടാ? എന്റെ മാസ്ക് ഞാനവിടെ വീണു പോകുന്നുണ്ട്. പിടിച്ചേ എവിടെ?
ഞാൻ നോക്കിയിട്ട് വരാം. ഇതുവരെ ഇല്ലാത്തപ്പോ മാസ്ക് ഇയാൾക്ക് വിടുന്ന മണ്ടന്മാര്. സരളേ സരളേ കരളേ. സോമേട്ട കിട്ടിയോ? അയ്യോ കിട്ടിയിട്ടില്ലടാ. കിട്ടുമെന്ന് നോക്കുക. നമ്മളെന്തിനാ ഇവിടെ കാട്ടിലും വീട്ടിലൊക്കെ പോയിരിക്കണേ? ഇത് നമ്മുടെ വീട്ടിലെ വീടാണേ. സംശയമുണ്ടോ? ഇങ്ങോട്ട് വാ, നമുക്കുള്ളിൽ കയറി നടിക്കാം. ഇവിടെ ഇവിടെ ചിങ്സ് ഒക്കെ ഉണ്ടാവും. ഇങ്ങോട്ട് കയറുവാ, വാ ഇങ്ങോട്ട് കയറുവാ. സരളേ സരളേ ഡാ, നിങ്ങൾ കയറുവാ. ആ വാതിലടിച്ചടാ. സമയട്ട കുപ്പി അതെവിടെ വെക്കടാ? ആ പായെടുത്ത് ഇരിക്കേ. ആ എവിടെ കുളിക്കാൻ പോയിരിക്കൂലേ? നീ അതോടെ ഇരിക്കടാ. നമ്പറുണ്ടായിരിക്കും. നാളെ നിർത്തുള്ളൂ. നീ അച്ഛൻ ക്ലാസ് എടുത്തു വേടാ. നീ ആ കുപ്പിടുത്തിരിക്കേ. നമ്മുടെ സ്വന്തം വീടല്ലേ, നീ ഇരിക്കേ. സോമേട്ട ചേച്ചി ചേച്ചി കുഴപ്പമില്ല, നമ്മുടെ മോളല്ലേ, നീ എടുക്ക്. സമയട്ട കുപ്പി എടുക്കട്ടെ. ഇരിക്കടാ. സോമേട്ട അച്ചാർ എവിടെയെന്നറിയോ? ഇതാ റാക്കിന്റെ മൂലയിലുണ്ടാവും, നീ നോക്ക്. ആ കിട്ടി. ആ എന്താ വാ ഇരിക്കേ. ചേച്ചി കണ്ടില്ല കേട്ടോ സോമേട്ട. സ്ഥിരല്ലേ? നീ നക്കിക്കൊണ്ടിരിക്കേണ്ട സാധനം ഇടാ. ഒന്നുകൂടി. അച്ചാറിനൊരു പഴക്കമുണ്ടോ സോമേട്ട? ചെറുതായിട്ട്. പക്ഷെ പഴകിയ അച്ചാറും സലാഡ് പഴുതിനെ മാറ്റി ഒഴിക്കാൻ നല്ല കോമ്പിനേഷനാ. അത് ശരിയാ. ഒന്നുകൂടെ ഇടാ. വാറ്റെന്ന് പറഞ്ഞ സരള വറ്റു. നീ സാധനം അടിക്ക്, സരള വരും. ഓക്കെ ഒഴിക്കടാ. മതി മതി, കുറച്ച് സോമേട്ട ഇതാണോ സരള? സരളടാ. നീ എന്തിപ്പോ അങ്ങനെടാ? ഇത് സരളല്ല, മുത്തശ്ശി. മുത്തശ്ശിയോ? മുത്തശ്ശിയുടെ മുത്തശ്ശി. മുത്തശ്ശിയുടെ മുത്തശ്ശിയോ? ആ, നിങ്ങൾ കഥകളൊന്നും കേട്ടിട്ടില്ല? നിങ്ങളൊന്നും കേട്ടിട്ടില്ല? നിങ്ങൾ പറയും. വലിയൊരു കഥയാണ്. മതി മതി. നിങ്ങൾ പറയും. അതായത് ഈ സരള അല്ല, മുത്തശ്ശിയുടെ മുത്തശ്ശി തുമ്പലമുട്ടിലെ സമൃദ്ധിയായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള തറവാട്ടിലെ ഒരു വേലക്കാരിയായിരുന്നു. അപ്പോൾ ഈ വേലക്കാരി അവിടുത്തെ തമ്പുരാനായിട്ട് ചെറിയൊരു ഡിങ്കോട് അൽഫി. അപ്പോൾ ഈ ഡിങ്കോട് അൽഫി പരിപാടികളൊക്കെ അവിടുത്തെ മൂത്ത തമ്പുരാൻ ആള് ഇതറിഞ്ഞു. എന്നിട്ട് ഇപ്പം എന്തുണ്ടായിച്ച അവര് കൊണ്ടുപോയിട്ട് ഈ സ്ത്രീനെ പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഒരു വലിയ മല ഉണ്ട് അവിടെ, വലിയ മല. ആ മലയുടെ മേലെ കൊണ്ടുപോയിട്ട് നീ കഥ കേക്കടോ. വലിയ മലയുടെ മേലെ കൊണ്ടുപോയിട്ടിട്ട് ഒരുപാട് വിറക് ചകിരി ഒക്കെ ഇട്ടിട്ട് കത്തിച്ചു അങ്ങോട്ട് കളഞ്ഞു. കത്തിച്ചോ? ആ പച്ചക്കോ? അല്ല, കുറച്ചങ്ങോട്ട് പഴുത്തുണ്ടായിരുന്നു. എന്ത് കഥ പറയലടാ? സത്യം സംശയം എവിടെയോ സത്യമായിട്ടും. ആ അല്ല സോമേട്ട നിക്ക്.
നിങ്ങളല്ലേ പറഞ്ഞതിനെ ചെറിയ പ്രായത്തിലല്ലേ ഇതിനെ കൊണ്ട് കത്തിച്ചത് മുത്തശ്ശീനെ അപ്പൊ അതിന്റെ കോലം നോക്കി നിങ്ങള്. അത് ശരിയാണല്ലോ. ഏ? കൊല്ലങ്ങൾക്ക് മുന്നേ. അതാ ഞാനും പറഞ്ഞു. ഇത്രയും സമയം കഴിഞ്ഞില്ലേ? അപ്രായാവൂലേ? നീ എന്തു മണ്ടനാ ജിച്ചിരുന്ന ഒരു മസപിണ്ഡം ഈ ലോകം വടിഞ്ഞ് കവിത അവള് നന്നായിട്ട് കവിതയും കഥയൊക്കെ എഴുതാ. സരള കവിത എഴുതും. ജീവിച്ചിരുന്നൊരു മാംസപിണ്ഡം ഈ ലോകം വെടിഞ്ഞ് മരണത്തെ പുൽകാൻ വെമ്പുന്നു. സരള മരണവീട്ടിലെ സാമ്പ്രാണിത്തിരിയുടെ ഗന്ധമായി കഴിഞ്ഞായിരിക്കും നിങ്ങൾ ഈ കത്ത് വായിക്കുന്നത്. ഈ കത്ത് മറ്റാരിലും എത്തില്ല. പലരും എന്നെ തേടി വരും. ഞാൻ കുളിരായി, ലഹരിയായി, ആത്മാവായി ശരീരം പുൽകി അവരിലേക്ക് ഒഴുകിയെത്തും. ഒരു നാൾ ഞാൻ കാത്തിരുന്ന എൻ്റെ രക്തത്തിൻ്റെ കാരണക്കാർ എന്നെ തേടിയെത്തും. അവർക്ക് മാത്രമേ എൻ്റെ കുറിപ്പ് ലഭിക്കൂ. അന്ന് അമാവാസിയായിരിക്കും. നായ്ക്കൾ അന്തരീക്ഷത്തിലെ എൻ്റെ ബീഭത്സം പൂണ്ട രൂപം മനസ്സിലാക്കി ഉറക്കെ കുരയ്ക്കും. പാലപ്പൂഗന്ധം തളം കെട്ടി നിൽക്കുമ്പോൾ രോമാവൃത്തരായ കാപാലികന്മാരുടെ നെഞ്ചു പിളർന്ന് രക്തം കുടിക്കും. കാലുകൾ പിളർന്ന് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കും. പൈശാചിക മരണം നോക്കി നിന്നേ സരളയുടെ ആത്മാവ് പരലോകത്തെത്തു എന്ന് സരള. പേടിപ്പിക്കലടാ മനുഷ്യനെ. കറണ്ട് പോയതല്ലേ? മൊബൈലൊന്നും കത്തിക്കടാ. മൊബൈലിന്റെ ചാർജൊക്കെ തീർന്നു. വിളക്കെടുക്കടാ. ഞാൻ ഒറ്റയ്ക്കില്ല, നീ വാ. വെറുതെ ഓരോ കഥയും പറഞ്ഞു മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ. എന്തിനാണ് വെറുതെ മനുഷ്യന്മാരെ അലറി പേടിപ്പിക്കണേ? നിങ്ങൾ അവിടെ ഇരുന്നല്ലേ സോമേട്ട ഇപ്പൊ എന്താ പടം നിക്കണേ? അവിടെ ഇരുന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ഇരിക്കുക. എനിക്ക് പേടിയാവില്ലേ? മനുഷ്യരെ പേടിപ്പിക്കാം. വാടാ പേടിത്തൊണ്ടന്മാര് അടിച്ചോക്കെ ഇറങ്ങിപ്പോയി. ഇപ്പോ സോമേട്ടാ എന്താടാ നിങ്ങൾ സത്യം പറയും, നിങ്ങൾ ഇവിടെ സ്ഥിരം വരാറിലാണോ? ആടാ ഞാൻ കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നു പോയതല്ലേ. കഴിഞ്ഞ കൊല്ലോ? എന്താണ് സോമേട്ട നിങ്ങൾ ഇത് പറയണത്? അല്ല ഇപ്പൊ ഈ മെമ്പർ ആരാ? ഞാനാ സരള. സോമേട്ട തുറക്കങ്ങളെ. നീ തുറക്കടാ. ഒന്നും പറ്റില്ല, എനിക്ക് പേടിയാ. വീട്ടിൽ പോണ സമയത്ത് എനിക്ക് പേടിയില്ലേ? നിങ്ങൾ തന്നെയല്ലേ സോമേട്ട അതൊക്കെ ഉണ്ടാക്കിയത്? ഞാൻ നീ പറയണ നിനക്ക് വാറ്റുവാണെന്ന് പറഞ്ഞ് കൂട്ടി കൊടുത്തിട്ട് പഠിച്ച് വാറ്റൊക്കെ ഇറങ്ങിപ്പോയി. തുറക്കാനല്ലേ പറഞ്ഞത്? വാറ്റും വൈതെങ്കിൽ തുറക്കിയത് ഇത് വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കണം. നിങ്ങൾ തുറക്കി പോണോ? നിങ്ങൾ തന്നെ പോണം. സമയത്ത് ഈശ്വര ഭഗവാനെ. ഒരു സാറല്ലേ പഞ്ചപാവാട ഒന്നും ചെയ്യരുത്. സോമേട്ടാ എന്താ സോമേട്ട ഇങ്ങനെ പേടിച്ച് നിക്കണേ? ഞാൻ നിനക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല സാറല്ലേ. നീ എന്നെ ഒന്നും ചെയ്യല്ലേ. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിലും എന്നെയല്ലേ എന്തെങ്കിലും ചെയ്യേണ്ടത്. അപ്പൊ നീ ശരിക്കും ചത്തില്ലേ? ചാവേ? ഞാനോ? ഷോ എന്തൊക്കെ പിച്ചും പേ ഈ സോമേട്ടൻ പറയണത്. അപ്പൊ ആ കത്ത് സാമ്പ്രാണിത്തിരി സരള. ഓ അതോ? അതിവിടെ ഒരു എഴുത്തുകാരൻ ചേട്ടൻ കഴിക്കാൻ വരാറുണ്ട്, മനോഹരൻ. വലിയ എഴുത്തുകാരനാ. രണ്ടെണ്ണം വിട്ടാ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. ഓഹോ എന്നാലുണ്ട് സരളെ, ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി. അല്ല സോമേട്ടാ, ആരൊക്കെ ഓടിപ്പോയത്? ആര്? ആ പറഞ്ഞ പോലെ അവന്മാരോടെ. ആര്? അത്
ഏതായി ഇന്നെല്ലാം കൂടെ എന്റെ നെഞ്ചിക്കാണല്ലോ. അരുത് സഹോദര, അസഭ്യവർഷം അരുത്. അയ്യോ 100 ആയുസ. ഞാൻ പറഞ്ഞില്ലേ മനോഹരൻ ചേട്ടൻ. മനോഹരനാ ഇവനാ? വെറും മനോഹരനല്ല, മനോഹരൻ മാരണി. MT കഴിഞ്ഞാ പിന്നെ MM ആണെന്ന വെപ്പ്. എമ്മമ്മ എന്തമ്മം? ആ, മനോഹരൻ മാരണി MM. മാരണല്ല മാരണം. താങ്കൾ എന്തേലും പറഞ്ഞിരുന്നുവോ? ഒന്നുമില്ല. താങ്കൾ കേൾക്കണം. സരളയുടെ ജീവിതകഥയെ ആസ്പദമാക്കി ഞാൻ എഴുതുന്ന പുതിയ നോവലിന്റെ പേരാണ് വാറ്റുകുപ്പിയിലെ വഴുതനങ്ങ. പല പകൽമാന്യന്മാരുടെയും മുഖത്തേക്കുള്ള തുപ്പലാണെന്റെ വാറ്റുകുപ്പിയിലെ വഴുതനങ്ങ. ഇനൊരു അക്ഷരം ഒഴിഞ്ഞാ നിന്റെ മുഖത്ത് കയറി കണ്ട തുപ്പല് സംശയമുണ്ടോ? അല്ലെങ്കിലും തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ജനങ്ങൾക്ക് ഇഷ്ടമല്ല. അല്ല, സോമേട്ടൻ ഇപ്പൊ ഈ വഴിക്കൊന്നും കാണാനേ ഇല്ലല്ലോ. ഞാനിപ്പോ സോമേട്ടൻ അന്യായില്ലേ? അങ്ങനൊന്നുമില്ല സാറല്ലേ, ഓരോരോ തിരക്ക് കാരണം. അതൊന്നല്ല, സോമേട്ടനിപ്പോ ആ പഴയ ആളൊന്നുമല്ല. ആ പഴയ സ്നേഹവും ഇല്ല. ഒക്കെ ഉണ്ട്, എനിക്ക് തോന്നണതാ. ആണോ? ഓ, സംശയമുണ്ടോ? എന്നാലേ ആ, സോമേട്ടൻ എന്നെ പറ്റി പണ്ട് പാടിയിരുന്ന പാട്ടൊന്ന് പാടിത്തരോ? പാട്ടൊക്കെ ഞാൻ പഠിത്തരാം. സരളെ മഴവിൽ കിളിയേ നെഞ്ചുറങ്ങാൻ പൊതിയില്ലയോ. മെമ്പറെ, ഇത് കൊറേ ഈ പരിപാടി ഒന്നും ഇവിടെ നടക്കൂല. അല്ല, തമ്മിൽ അറിയുന്ന ആളുകളല്ലേ. നീ മെമ്പർ ബൂത്ത് കയറി കള്ള പൊട്ടിക്കടാ. കള്ളവട്ടാ? അല്ല, ഇത് മെമ്പറുടെ വാർഡല്ലേ. അപ്പൊ അല്ല, അതൊക്കെ അവിടെ വെക്കട്ടെ. നമുക്കിത് ആരും ഒഴിവാക്കല്ലേ. അതെങ്ങനെ ഒഴിവാക്കണം മെമ്പറെ? വരട്ടെ, നാട്ടുകാരെ വിവരിക്കണം. മെമ്പറുടെ വാർഡിൽ ഇതുപോലൊരു കാര്യം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. മെമ്പറെ, ഒരു പാവം പെണ്ണ് ഇവിടെ ജീവിക്കുമ്പോ അവളെ വഴിയേറ്റിക്കാൻ ശ്രമിക്കുക ചില സാമൂഹ്യ വിരുദ്ധര്. അല്ല മെമ്പറെ അല്ല, ഞാൻ അയാളെ പറഞ്ഞു. സോമേട്ടൻ ഉണ്ടോ? എന്താ പറ്റി സോമേട്ട? ഇത് കൂടുതലും എന്ത് പറ്റാനാടാ? നിങ്ങളുടെ ഒരു വാറ്റും പുണ്ണാക്ക്. അതെ, മെമ്പർ അതോ ഞാനാ മെമ്പർ? അതെ, ഞാനൊരു തറക്കളി കളിക്കാൻ പോവാ. കൂടെ നിന്നോ, അല്ലെങ്കിൽ നാണം കെടും. ആ ചെക്കന്മാരില്ലേ, ആ 2 ചെക്കന്മാരില്ലേ, അത് അയാളുടെ കൂടെയുള്ള ആൾക്കാരാ. അവരെ വിളിച്ച് നമ്മൾ ട്രാക്കിൽ ഇട്ടിട്ടില്ലെങ്കിൽ മെമ്പർ നാടും. അതാ ബുദ്ധി. എന്താ മെമ്പറെ? എന്താ തലയുടെ തൊപ്പി? ഒന്നുമില്ല മെമ്പറെ, ചെറിയൊരു പേടിപ്പിനി. പിന്നെ വിളിച്ചെന്നറിയോ, ഞങ്ങളെ കൂടെ നിൽക്കാച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ നിങ്ങളും കൊടുക്കും, ഉറപ്പാ. നല്ലോണം ആലോചിച്ചിട്ടേ തീരുമാനിക്കാം കേട്ടാ. കൂട്ടാവാ. ഇവിടെ എന്തായി തീരുമാനം? പിന്നെ യുവതലമുറയോട് ചോദിക്കേണ്ട ഒരു കടമ മെമ്പർക്ക് ഉണ്ടല്ലോ, അല്ലേ കൂട്ടാ? അതെ. കല്യാണം കഴിയാത്തൊരു ആളാവുമ്പോ കെട്ടണം. അതല്ലേ നാട്ടുകിടപ്പ് അല്ലേ? പണി പാടി കെട്ടണം. മനോഹരൻ തിണ്ടി. കെട്ടണം സോമ, കെട്ടണം. കെട്ടിയേ പറ്റൂ സരളേ. ഒരു പൊടിക്കിടോ. സ്മൈൽ പ്ലീസ്. ഓക്കെ, ഒരു മിനിറ്റ്. പോലെ ഒരു സെൽഫി. മെമ്പറുടെ മുണ്ട്. അത് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തല്ലേ.
സോമേട്ടാ സോമേട്ടാ ഓ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്ത് സോമേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ നമ്മുടെ കല്യാണം ചെലവില്ലാണ്ട് നടന്നിട്ടില്ലേ. ഒന്ന് പോ. ഞാനേ ആ ജനലടക്കട്ടെ.